സഫലമീ ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷെവലിയർ ശ്രീ CL ജോസ് സാറിന് സ്വാഗതം. സന്തോഷം. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് അഖില കേരള റേഡിയോ നാടകോത്സവം 2ാം ദിവസം. ശോകപക്ഷി. ശ്രീ CL ജോസ് എഴുതിയ നാടകം. കരയാതെ മോളെ, വന്നതൊക്കെ വന്നു. നമുക്കിനി ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. വേണ്ട. വേണം. അത് ചെയ്തേ ഒക്കൂ. എനിക്ക് സമ്മതമല്ല. കാരണം ഓരോ നാടകം ഞാൻ എഴുതാൻ തയ്യാറാകുമ്പോൾ വാർഷിക പതിപ്പിലേക്ക് ഏകാംഗം വേണം, വാർഷിക പതിപ്പിലേക്ക് ചെറിയ നാടകം വേണം, റേഡിയോ നാടകം വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ റെഡിമെയ്ഡായിട്ട് ഒന്നും എഴുതി വയ്ക്കാറില്ല. ആവശ്യം വരുമ്പോൾ അപ്പോൾ നോക്കും. അപ്പോൾ ഞാൻ ഓരോ നാടകം എഴുതുന്നതിന് മുമ്പ് എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിക്കും, എന്തിനാണ് നീ നാടകം എഴുതുന്നത്? എന്താണ് നിൻ്റെ ഉദ്ദേശം? നീ ഇതിലൂടെ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്ന സന്ദേശം എന്താണ്? ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കി അത് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ കഥാപാത്രങ്ങളെയും നാടകീയ മുഹൂർത്തങ്ങളെയും സംഭാഷണങ്ങളെയും ഒരുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ നാടകം കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്തുദ്ദേശിച്ചു ആ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതാണ് എൻ്റെ നാടകരചനയുടെ ടെക്നിക്ക്. CP പള്ളിപ്പുറം എന്നുള്ള എഴുത്തുകാരൻ, ബാലസാഹിത്യകാരൻ, അദ്ദേഹത്തിന് KCBC അവാർഡ് കൊടുക്കുന്ന വർഷം. എനിക്ക് KCBC അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രൊഫസർ മാത്യു ലോതർക്ക് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ KCBC അവാർഡ് കഴിഞ്ഞ വർഷം അന്തരിച്ചു പോയ പ്രൊഫസർ PT ചാക്കോനായിരുന്നു. 2ാമത്തെ അവാർഡ് എനിക്കായിരുന്നു. പിന്നെ CP പള്ളിപ്പുറത്തിന് അവാർഡ് കൊടുക്കുന്ന വർഷം തകഴിയാണ് അവാർഡ് കൊടുക്കുന്നത്. ഞാനും പ്രൊഫസർ KM തരകനും ഞാൻ ആശംസ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് യുവതിയായ ഒരു കന്യാസ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഓഡിയൻസിൽ നിന്ന്. ഞാനിങ്ങനെ സംസാരിച്ച് പിന്നെ നോക്കുമ്പോഴും സിസ്റ്റർ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. യുവതിയായ സിസ്റ്റർ എന്നെ കാര്യമായിട്ട് എന്നെ നോക്കുന്നുണ്ടല്ലോ. മീറ്റിംഗ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ സിസ്റ്റർ മുമ്പോട്ട് വന്നു. സാറിനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്, സിസ്റ്റർ എന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൊല്ലത്തിനടുത്ത് പട്ടത്താനത്തുള്ള ഒരു കോൺവെൻറ്റിലെ സിസ്റ്ററാണ്. ഇവിടെ ബൈബിൾ കോഴ്സ് പഠിക്കാനായിട്ട്, തിയോളജി കോഴ്സ് പഠിക്കാനായിട്ട് 9 മാസത്തെ കോഴ്സുണ്ട്. അതിന് POCയിൽ വന്നിരിക്കുക. POCയിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ആ കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ സിസ്റ്റർ പറഞ്ഞു, സാറ് കാരണം ഞാനൊരു കന്യാസ്ത്രീയായേ. എൻ്റെ ദൈവം, ഞാൻ ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല, കന്യാസ്ത്രീനെ അറിയില്ല. ഞാൻ കാരണോ? അതെ, സാറിൻ്റെ കന്യാസ്ത്രീയുടെ മകൻ എന്നുള്ള ഏകാംഗം ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ചു. ഞങ്ങളുടെ വികാരിച്ചൻ പറഞ്ഞു, ഈ നാടകം എടുത്ത് അവതരിപ്പിക്കേ എന്ന് പറഞ്ഞു. അതിൽ ത്യാഗസമ്പന്നയായ, സ്വന്തം ജീവിതം ബലിയർപ്പിക്കാൻ തയ്യാറുള്ള ഒരു സിസ്റ്ററിൻ്റെ റോളുണ്ട്. ഞാനാണ് എടുത്തത്. ആ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങൾക്ക് സമ്മാനവും കിട്ടി.
അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നി ഇതുപോലൊരു സിസ്റ്ററായെങ്കിൽ എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു. അപ്പനോട് പറഞ്ഞപ്പോൾ അവർ എന്നെ കെട്ടിച്ചു വിടണമെന്നുള്ള ഉറപ്പിലാണ് നിൽക്കണേ. വികാരിയച്ച ഇടപെട്ടിട്ടാണ് എന്നെ മഠത്തിൽ ചേർത്തിയത്. ഞാൻ സിസ്റ്റർ നീന മേരി FIH. CL ജോസ് സാർ സൂചിപ്പിച്ച ആ യുവതിയായ സിസ്റ്റർ ഞാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോഴെനിക്ക് 62 വയസ്സായി. വർഷങ്ങൾക്ക് മുമ്പ് 1992 ഞങ്ങൾ അപ്രതീക്ഷിതമായി POCയിൽ വെച്ച് കണ്ടുമുട്ടി. വാസ്തവത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഈ CL ജോസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഒരിക്കലും കാണാൻ സാധിക്കും എന്നെനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളിനെ എൻ്റെ കണ്ണുമുമ്പിൽ ദൈവം എനിക്കായിട്ട് ഇതാ അവതരിപ്പിച്ചിരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് സാറ് കൗതുകത്തോടെ എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. സിസ്റ്റർ എന്താണ് എന്നെ നോക്കി തന്നെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, എനിക്ക് സാറിനെ അറിയാം, പക്ഷെ സാറിന് എന്നെ അറിയില്ലായിരിക്കാം. എൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥ സാറിൻ്റെ ഒരു നാടകമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്ന് പറയും. സാറ് അന്തം വിട്ട് നോക്കിക്കുകയാണ്. ഞാനിങ്ങനെ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഞാൻ ആരെയും ഇങ്ങനെ അവർക്ക് ഒരു പ്രത്യേകമായ ഉപദേശമൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, സാറിൻ്റെ ആ കന്യാസ്ത്രീയുടെ മകൻ എന്ന ആ നാടകം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചു. അന്ന് അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല എങ്കിലും പിൽക്കാലത്ത് പലരുടെയും പ്രചോദനത്തിലൂടെയും പിന്നെ അതിൻ്റെ ആ അന്തരാർത്ഥങ്ങളിലേക്ക് കടന്നപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് അത് വരുത്തിയ സ്വാധീനവും എല്ലാം ഞാൻ സാറിനോട് അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്താണെങ്കിലും ആ സിസ്റ്ററിൻ്റെ ആ ജീവിതം അതുപോലെ ഒരു സിസ്റ്റർ ആകണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചു. ആ നാടകത്തിലെ ഒരു പ്രധാന ഡയലോഗാണ്. ഡോക്ടറോട് ആ കഥാനായകൻ പറയുന്നു, എനിക്ക് ആ സിസ്റ്ററിനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന്. ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും നിനക്ക് ഇനി ആ സിസ്റ്ററിനെ കാണാൻ സാധിക്കയില്ല. അവൻ നിർബന്ധം പിടിക്കുമ്പോൾ പറയുന്നു, അതാ ആ മൺകൂന ഇനിയും ഉണങ്ങിയിട്ടില്ല. സിസ്റ്ററും അവനു വേണ്ടി മരിക്കുകയാണ് ചെയ്തത്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്ന ഒരു നല്ല സിസ്റ്ററായി ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് ആദ്യമേ ഉണ്ടായത് ആ നാടകത്തിൽ നിന്നും. ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം ഇതാണ്. കുബുദ്ധിയും മതവിരോധിയുമായ ഒരു യുവ സാഹിത്യകാരൻ എഴുതുന്ന നോവലിൻ്റെ പേരാണ് കന്യാസ്ത്രീയുടെ മകൻ. കന്യാസ്ത്രീമാരോട്, പ്രത്യേകിച്ച് സ്ഥലത്തെ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ സിൽവിയോട് വെറുപ്പാണ് അയാൾക്ക്. പരോക്ഷമായി സിസ്റ്ററെ കഥാപാത്രമാക്കിക്കൊണ്ടാണ് രചന നടക്കുന്നത്. അത് സിസ്റ്ററിന് അറിയുകയും ചെയ്യാം. പക്ഷേ വിധി വൈപരീത്യമെന്ന് പറയട്ടെ, ഈ യുവാവ് പകർച്ചവ്യാധി പിടിപെട്ട് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ഇതറിഞ്ഞ സിസ്റ്റർ അയാൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. കൂടാതെ ആശുപത്രിയിൽ വന്ന് രോഗത്താൽ വലഞ്ഞ അയാളെ രാപ്പകൽ ശുശ്രൂഷിച്ചു. അതിൻ്റെ ഫലമായി അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.
അതിനുശേഷം 2-3 ദിവസമായിട്ട് എന്തുകൊണ്ടോ സിസ്റ്റർ ആശുപത്രിയിലേക്ക് കടന്നു വന്നില്ല. അന്വേഷിച്ചപ്പോൾ നിരന്തരമായി തന്നെ പരിചരിച്ച സിസ്റ്റർ പകർച്ചവ്യാധി പിടിപെട്ട് കിടക്കുകയാണെന്നറിഞ്ഞു. യുവാവിന് ഏറെ ദുഃഖമുണ്ടായി. അല്പം കഴിഞ്ഞ് ഡോക്ടർ കടന്നു വന്നപ്പോൾ ആകാംക്ഷയോടെ യുവാവ് ചോദിച്ചു, ഡോക്ടർ, യെസ്, സിസ്റ്റർ സിൽവിക്ക് എങ്ങനെയുണ്ട്? എല്ലാം മാറി. ഓ, സമാധാനമായി. എനിക്ക് ആ സിസ്റ്ററിനെ ഒന്ന് കാണണം ഡോക്ടർ. എന്തിനാ? അവരെക്കുറിച്ച് ഇനിയും കള്ളക്കഥകൾ എഴുതാനാണോ? അല്ല ഡോക്ടർ, ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ, എൻ്റെ തെറ്റുകൾക്ക് മാപ്പിരക്കാൻ. ആ സിസ്റ്ററാണ് എൻ്റെ ജീവൻ വീണ്ടെടുത്തത്. ഇനി നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കില്ല. കാരണം ആ സിസ്റ്റർ അല്പം മുമ്പ് മരിച്ചു. നിങ്ങളെ നിരന്തരം ശുശ്രൂഷിച്ചതിന് ലഭിച്ച പാരിതോഷികം. ദൈവമേ. അടുത്ത സീനിൽ നാം കാണുന്നത് സിസ്റ്ററിന്റെ ശവകുടീരത്തിൽ പശ്ചാത്താപ വിവശനായി തപിക്കുന്ന ഹൃദയവുമായി നിൽക്കുന്ന യുവാവിനെയാണ്. സർവ്വ അപരാധങ്ങൾക്കും മാപ്പിരുന്നുകൊണ്ട് താൻ എഴുതിയ നോവലിന്റെ കൈയെഴുത്തു പ്രതി അവിടെ വെച്ച് പിച്ചി ചീന്തി കത്തുന്ന മെഴുകുതിരിയിൽ കാട്ടി കത്തിച്ചു കളയുന്നതായിട്ടാണ് നാടകത്തിന്റെ പര്യവസാനം. സിസ്റ്റർ അങ്ങൻ്റെ അമ്മയാണ്. എന്നെ മരണശയ്യയിൽ നിന്നും പുതുജീവിതത്തിലേക്ക് ജന്മം നൽകാൻ മരണത്തെ പുൽകിയ എൻ്റെ അമ്മ. ഞാൻ അമ്മയുടെ മകനാണ്, കന്യാസ്ത്രീയുടെ മകൻ. അപ്പോൾ ഞാൻ അറിയാത്ത എത്രയോ ആളുകൾക്ക് ആ ഒരു നാടകം പ്രചോദനമായി കാണും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സേവനം, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സേവനം, മൂല്യങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന ക്രൈസ്തവ ആദർശങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനം ഏതെങ്കിലും തരത്തിൽ അത് ഫലവത്തായി തീരും, അത് ഫലപുഷ്ടി അണിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. സാറ് അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ധാർമ്മികതയുടെ അഗ്നി സാറിൻ്റെ പിതാവ് ഹൃദയത്തിൽ കൊളുത്തിവെച്ച കാര്യം പറഞ്ഞു. അമ്മയെക്കുറിച്ചും ഇതേപോലെ തീർച്ചയായും ഏറ്റവും കൂടുതൽ മക്കളെ സ്വാധീനിക്കുന്നത് അമ്മമാരാണ്. അമ്മ സാറിനെ എത്രമാത്രം സ്വാധീനിച്ചു? ആ വിശ്വാസത്തിൻ്റെ ധാർമ്മികതയുടെയൊക്കെ തിരുനാളങ്ങൾ സാറിൻ്റെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കാൻ. അമ്മയെക്കുറിച്ചൊരു സുപ്രധാനമായ ഒരു ഓർമ്മ എനിക്ക് പറയാനുള്ളത്, അപ്പൻ്റെ മനസാക്ഷിയുടെ കഥ പറയുമ്പോൾ ഞങ്ങൾ 3 മക്കളായിരുന്നു. പിന്നീടാണ് മക്കൾ 9 ആയത്. ഞാൻ മൂത്ത മകൻ. ഞങ്ങൾ 6 മക്കളുള്ള സമയത്ത് ഞങ്ങൾ ദാരിദ്ര്യം തീർന്നിട്ടില്ല അപ്പോഴും. അപ്പോൾ അമ്മ ഒരിടത്ത് ഇങ്ങനെ കിടക്കുക. അമ്മ വളരെ കുറച്ച് ചിരിക്കാൻ സാധിക്കുള്ളൂ. കാരണം അടുത്ത സമയത്ത് അടുത്ത നേരത്തേക്ക് മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് അറിയാൻ ഇങ്ങനെ ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ചിരിക്കാനൊന്നും അമ്മയ്ക്ക് അധികം സമയം കിട്ടില്ല. അമ്മ ഇങ്ങനെ സൈഡിൽ ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് മൂത്ത മകനായി ഞാൻ, എൻ്റെ താഴെ 2 പേര് അരിത അമ്മയുടെ അടുത്തുണ്ട്. ഞാൻ അമ്മയോട് ഉത്തരം മുട്ടിക്കുന്നൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ ചെറിയ മനസ്സ്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അമ്മേ, എല്ലാ ദിവസവും അതിരാവിലെ അപ്പൻ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോകുന്നു. നമ്മുടെ വീട്ടിൽ എല്ലാത്തരം പ്രാർത്ഥനകളും 53 മണി ജപം, ഉത്തിയമാതാവിൻ്റെ, ശ്രീഹൃദയത്തിൻ്റെ എല്ലാത്തരം പ്രാർത്ഥനകളും നമസ്കാരവും ചെല്ലുന്നു. ഞാൻ എല്ലാ മാസവും കുമ്പസാരിച്ച് ഖുർആനെ കൊള്ളുന്നു. പ്രാർത്ഥനയുടെ എണ്ണം കൂടുതൽ മാർച്ച് മാസം വരുമ്പോൾ എൻ്റെ പേരുള്ള പുണ്യാളൻ്റെ പേരിലും ഔസപിതാവിൻ്റെ വണക്കമാസം, മെയ് മാസം വരുമ്പം മാതാവിൻ്റെ പേരുള്ള വണക്കമാസം, ജൂൺ മാസം വരുമ്പോൾ തിരുഹൃദയത്തിൻ്റെ പേരുള്ള വണക്കമാസം,
ഇതും അപ്പൻ നിർബന്ധിച്ച് ചെയ്യിക്കുന്നു. ഇതൊക്കെ ചെയ്യിക്കുമ്പോഴും പഴയ പ്രാർത്ഥന ഒന്നും മുടക്കാറില്ല. അപ്പോൾ മോർ ദാൻ 1 hour ഞങ്ങൾ അന്ന് ചെറുപ്പത്തിൽ. അതും പോരാതെ അപ്പൻ എൻ്റെ മൂത്ത മകൻ എന്നുള്ള നിലയ്ക്ക് ഔസേപ്പിതാനുള്ള പ്രാർത്ഥന കൊള്ളിക്കാൻ രാത്രി സമയമില്ലാത്തതിൻ്റെ പേരിൽ പുലർച്ചയ്ക്ക് അപ്പനും അമ്മയും ഞങ്ങൾ 3 മക്കളെ എഴുന്നേൽപ്പിച്ച് ഔസേപ്പിതാനം. ഇതൊക്കെ ചെയ്തിട്ടും എന്താ അമ്മേ നമ്മുടെ ദാരിദ്ര്യം മാറാത്തത്? എൻ്റെ ചോദ്യം അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ട് എന്താ നമ്മുടെ ദാരിദ്ര്യം മാറാത്തത്? അപ്പോൾ ആലോചിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നമ്മളെക്കാളും ദുഃഖവും ദാരിദ്ര്യമുള്ള ആൾ ലോകത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ദൈവം കൊടുത്ത് വരിക. നമ്മുടെ ഊഴം വരുമ്പോൾ, നമ്മുടെ സമയമാകുമ്പോൾ അപ്പോൾ ഞാൻ മുതിർന്നതിന് ശേഷമാണ് ആ അമ്മയുടെ വാക്കുകളുടെ ദർശനശക്തി. മക്കള് വഴിതെറ്റി പോകാതിരിക്കാൻ ദൈവത്തിന് വേണ്ടി വക്കാലത്ത് പിടിച്ച അമ്മ, നിലമറിച്ച് അമ്മയുടെ ദുഃഖവും വേദനയും നിരാശയൊക്കെ വെച്ചുകൊണ്ട് എന്താ ചെയ്യാൻ മോനെ, ദൈവം കണ്ണുപോട്ടൻ്റെ മാതിരി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മക്കളൊക്കെ വഴിതെറ്റിപ്പോവും. അത് വരാതിരിക്കാൻ ദൈവത്തിന് വേണ്ടി വാദിച്ച അമ്മ, അമ്മയുടെ ഭക്തി, പ്രത്യാശ, ക്രിസ്തീയമായ ഭക്തിയും പ്രത്യാശയും ആ മാതാപിതാക്കളുടെ വഴി കണ്ട് അതിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു വന്നത്. എല്ലാ മക്കൾക്കും ഇതിൻ്റേതായിട്ട്. അപ്പോൾ തീക്ഷ്ണമായ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണം. അങ്ങനെ അനുഭവങ്ങൾ ധാരാളം ആളുകൾക്ക് നാടകമായാലും കവിതയായാലും ചെറുകഥയായാലും നോവലായാലും വേറെ അനുഭവങ്ങൾക്ക് വേണ്ടി പാഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. സ്വന്തം അനുഭവത്തിൽ നിന്ന് തെക്കി എടുക്കാൻ സാധിക്കും. എൻ്റെ നാടകങ്ങൾ മുഴുവൻ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, ചുറ്റുപാടുള്ള ജീവിതങ്ങളിൽ നിന്ന്, മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകും. അങ്ങനെയാണ് ഓരോ നാടകം എഴുതുന്നത്. അങ്ങനെ അനുഭവങ്ങൾ ധാരാളം ഉള്ളതാണ്. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ഞങ്ങളൊക്കെ അന്ന് ധാരാളം മക്കളുള്ള സമയമാണ്. ഞങ്ങൾ അന്നൊക്കെ വല്യപ്പൻ്റെ വീട്ടിൽ നിന്ന്, അമ്മയുടെ ആങ്ങള അച്ഛൻ്റെ വീട്ടിൽ നിന്നൊക്കെ കല്യാണം ക്ഷണിക്കാൻ വന്നാൽ മക്കളായി ഞങ്ങളൊക്കെ തുള്ളിച്ചാട്ടമാണ്. അന്ന് തിങ്കളാഴ്ചയാണ് കല്യാണം. എൻ്റെയും കല്യാണം തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ കല്യാണത്തിന് തിങ്കളാഴ്ച പോകുന്നതിന് മുമ്പ് ഞായറാഴ്ച തന്നെ ഞങ്ങൾ പോകും. ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ചയെ മടങ്ങി വരുള്ളൂ. അങ്ങനെ 3 ദിവസം കോഴി, പോർക്ക്, മീൻ, അടിപൊളി ഭക്ഷണം, ഇതൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. അപ്പോൾ കല്യാണം വന്നു കഴിഞ്ഞാൽ ആരും ക്ഷണിക്കാൻ വന്നാൽ ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ്, ദിവസം അടുത്തോട്ടെ എന്നുള്ളതിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരും. അങ്ങനെയുള്ള ഇതിൽ ഞാനപ്പോഴും മുതിർന്നു. ഞാൻ പഠിപ്പ് പൂർത്തിയായിട്ടില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പൊന്തി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ ഞാൻ കുറച്ച് മുതിർന്നപ്പോൾ അമ്മയുടെ ആങ്ങള അച്ഛനും വന്ന് കല്യാണം ക്ഷണിച്ചു. അമ്മയ്ക്ക് മുഖത്തൊരു പ്രസന്നതയില്ല കല്യാണമൊക്കെ ക്ഷണിച്ചു പോയാലും. അപ്പോൾ ഞാൻ മൂത്ത മകൻ എന്നുള്ള എനിക്ക് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ ആങ്ങളെ അച്ഛൻ വന്ന് കല്യാണം ക്ഷണിച്ചിട്ട് അമ്മ എന്നൊന്നും എനിക്ക് സന്തോഷമില്ല, ഒരു പ്രസന്നതയില്ലല്ലോ. എന്ത് സന്തോഷം മോനെ, കണ്ടില്ലേ ഞാര് പോലുള്ള താലിച്ചതിന എന്നിട്ട് എങ്ങനെയാണ് കല്യാണത്തിന് പോവുക? അമ്മയുടെ ദുഃഖം അതായിരുന്നു. കല്യാണത്തിന് പോകണമെങ്കിൽ അയലോക്കങ്ങളിലെ ഏതെങ്കിലും സമ്പന്ന ഭവനങ്ങളിൽ ചെന്ന് കൈവായ്പ വാങ്ങണം. ഒരു നീട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കൊന്തമണി ചെയ്യാൻ, അല്ലെങ്കിൽ ഗോതമ്പ് മണി ചെയ്യാൻ, ഏതെങ്കിലും ഒന്ന് വാങ്ങി അത് വായ്പ വാങ്ങിയിട്ടാണ് അമ്മ തിരിച്ച് ചൊവ്വാഴ്ച വന്ന് തിരിച്ചു കൊടുക്കും. അന്ന് അങ്ങനെ ഒരു ക്യാരക്ടറാണ്, വായ്പ കൊടുക്കലും ഇതൊക്കെ. അമ്മയുടെ ദുഃഖം അതായിരുന്നു. ഞാൻ മുതിർന്നു, ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ താഴെ 8 സഹോദരങ്ങളാണ്. അതിൽ 4 പേര് സഹോദരികൾ, 4 സഹോദരന്മാർ. 4 സഹോദരികളെ കെട്ടിക്കുന്ന വകയിൽ, അനിയന്മാരെ പഠിപ്പിക്കുന്ന വകയിൽ ഭീമമായ കാശ് ആവശ്യമാണ്. അപ്പോഴാണെങ്കിൽ പരമമായ നല്ലൊരു വരുമാനമൊന്നും അപ്പോഴും ഇല്ല. ഞാനാണെങ്കിൽ സ്വരാജ് റൗണ്ടിലുള്ള ഒരു കുറിക്കമ്പനിയിൽ ചെറിയ ജോലി. ആ സാഹചര്യമാണ്. പിന്നെ അവിടുന്ന് കുറേശ്ശെ അപ്പോഴേക്കും നാടകമൊക്കെ എഴുതി തുടങ്ങി. അങ്ങനെയുള്ള എൻ്റെ വിവാഹം കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എൻ്റെ അവസ്ഥ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ
ഒക്കെ മനസ്സിലാക്കിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത് തന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാൻ എൻ്റെ വൈഫിനെ കാണുന്നത്. അങ്ങനെ ഒരു വൈഫിനെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വളർച്ച ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീട്ടിൽ ഏതാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും എൻ്റെ സഹോദരികൾക്ക് വേണ്ടി വാദിക്കുന്ന ഭാര്യ. വയസ്സിൽ ആയിരുന്നു എൻ്റെ കല്യാണം. ഞാൻ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കണം. പാവാട്ടും ഗ്ലൗസ് ഇട്ടിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ വന്ന് പറഞ്ഞു, നിന്നെ കാണാൻ ഒരു ചെക്കൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി വന്ന് അതേപടി നിന്നു. ഇന്നത്തെ മേക്കപ്പ് ഒന്നും അന്നില്ല. അത് വന്നപ്പോൾ എനിക്ക് നാണായി, എന്തോ പ്രശ്നം എന്ന് അറിയാം. കാരണം എനിക്ക് ആലോചന തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പം എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കാണാൻ വന്ന് എന്തോ ഒരു പന്തികേടൊക്കെ പോലെ തോന്നി. അപ്പം ഞാൻ കുമ്പിട്ട് നിന്നല്ലോ. അപ്പോൾ ഞാൻ അയാളെയും കണ്ടല്ല, ആൾക്ക് എൻ്റെ മോൻ ശരിക്കും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെയുള്ള ദിവസങ്ങളാണ് കാണുന്നത്. SSLC റിസൾട്ട് വന്നത് ഈ കല്യാണം കഴിഞ്ഞ് പിറ്റന്നാളാണ്. മെയ് 25-നായിരുന്നു കല്യാണം, 1959. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ സഹോദരികൾക്ക് വേണ്ടി വാദിക്കുന്ന ഭാര്യ. ഒരു സഹോദരി കെട്ടിച്ച കടം മാറിയിട്ടില്ല, വേറെ സഹോദരി കെട്ടിച്ച കടം വീട്ടാൻ കിടക്കുന്നു. മൂന്നാമത്തെ സഹോദരിയെ വിവാഹത്തിൻ്റെ ആലോചന വരുമ്പോൾ അമ്മയ്ക്ക് എന്നോട് പറയാൻ പേടിയാണ്. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികൾ, അവരെ നെഞ്ചിനകത്ത് ബോംബാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏറ്റവും വേഗം വിവാഹം നടക്കണമെന്ന് അമ്മയുടെ ആഗ്രഹം. അപ്പോൾ അമ്മ എൻ്റെ വൈഫിനോട് പറയും, ലിസിയെ നീ ഒന്ന് പറയും ജോസിനോട്, ഇന്നലെ ഒരു ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു, എന്താ പറയണ്ടത് ചോദിക്കുക. ലിസി എൻ്റെ മുമ്പിലേക്ക് വരും, അതെ ഇന്നലെ ഒരു ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. വാ, നല്ല കാര്യം. എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ മൂഡ് ശരിയല്ല, എൻ്റെ മനോഭാവം ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ലിസി ഒരക്ഷരം മിണ്ടാതെ അവൾ പോയി കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എത്ര അവളോട് വഴക്ക് പറഞ്ഞത്. എൻ്റെ സഹോദരികൾക്ക് വേണ്ടി മാറ്റാൻ വീട്ടിൽ നിന്ന് വന്ന പെണ്ണ് വാദിക്കുന്നുണ്ടല്ലോ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞു, ഓഫീസിൽ പോകേണ്ട നേരമായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഓഫീസിൽ പോകേണ്ട നേരമായപ്പോൾ അതേ ലിസി അതേ സെൻറ്റൻസുമായി വീണ്ടും വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ മറന്നു, അവളും അത് മറന്നു. ഇന്നലെ ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു, എന്താ പറയേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, നീ അയാളുടെ നിന്ന് ഡീറ്റെയിൽസ് എഴുതി മേടിക്കുക, അല്ലെങ്കിൽ ചെക്കനോട് വന്ന് പെണ്ണിനെ കാണാൻ പറ. കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്യുന്ന രീതി, ആശയവിനിമയം എങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ. അപ്പോൾ ഞാൻ ഈ കല്യാണം ക്ഷണിച്ച് പോയിട്ട് അമ്മയ്ക്ക് ഒരു പ്രസന്നതയില്ലല്ലോ. അപ്പോൾ ഞാൻ ലിസിയോട് ചോദിച്ചു ഒരു ദിവസം, നമുക്ക് അമ്മയ്ക്കൊരു കൊന്ത ചെയ്യാൻ പണിതാലോ? അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പുതിയ കുറി നറുക്കെടുക്കുന്നുണ്ട്. ആ കുറി നറുക്കെടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫിന് 3 മാസത്തെ ബോണസ് കിട്ടും. 3 മാസത്തെ ബോണസിൻ്റെ സംഖ്യ കണക്കാക്കിയപ്പോൾ 2.5 പവനിൽ
ഒരു കൊന്തമണി ചെയ്യാൻ പണിയാനുള്ള കാശുണ്ട്. കുറി നറുക്കെടുത്തു, ബോണസ് കിട്ടി. 2.5 പവനുള്ള ഒരു ചെയ്യാൻ പണിയാനായിട്ട് തട്ടാനെ വിളിച്ച് ഞാൻ ഓർഡർ കൊടുത്തു. ഒരാഴ്ചക്കകത്ത് മനോഹരമായ ഒരു ചെയ്യാൻ ചുവന്ന കടലാസിൽ പോയിച്ചുകൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഞാനത് കൊണ്ടുവന്നു ലിസിയോട് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. അവൾ സന്തോഷം. അവൾ കണ്ടു, നന്നായിട്ടുണ്ട്, നീ അമ്മയെ വിളിക്ക്. ഗൂഢമായ സന്തോഷത്തോടുകൂടി ലിസി അമ്മയെ വിളിച്ചു. അമ്മേ, ദേ മോൻ വിളിക്കണു. ഗൂഢമായൊരു സന്തോഷമുണ്ടല്ലോ, അമ്മ അറിയാണ്ടാണ്. അടുക്കളയിൽ എന്തോ പണിയെടുത്തുകൊണ്ടിരുന്ന അമ്മ, എന്തേടാ എന്ന് ചോദിച്ചിട്ട് വന്നു. ഞാനിത് കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുക, കാണാൻ പറ്റില്ല. ചോദ്യരൂപത്തിൽ അമ്മ എന്നെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്ന അമ്മ. അപ്പോഴെന്നെ ചോദിക്കുക, എന്തിനാ വിളിച്ചതെന്ന് നോക്കി. അമ്മേ, ഇതെവിടുന്നാ, ഇതാരുടെയാ? അമ്മയുടെ കണ്ണിൽ സ്വർണത്തിൻ്റെ തിളക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി പണിതാ. അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മ സ്റ്റക്കായിട്ട് നിൽക്കുക, പകച്ചു നിൽക്കുക. അപ്പോൾ ലിസി പറഞ്ഞു, അമ്മ ഇനി ഒരിടത്തും പോയി അരക്കണ്ട, ഇത് അമ്മയ്ക്ക് സ്വന്തം. അത്ഭുത സ്തബ്ധയായി നിൽക്കുന്ന അമ്മ. ഞാൻ ആ ചെയിനെടുത്ത് അമ്മയുടെ കഴുത്തിലിട്ടു. അപ്പം കരഞ്ഞു പോയി, സന്തോഷക്കൊണ്ട്. അമ്മ പറയാതെ, അമ്മ ആവശ്യപ്പെടാതെ ദീർഘകാലമായി അമ്മയ്ക്ക് ആവശ്യമുള്ള കൊന്തമണി ചെയ്യൽ മകനും മരുമകളും ചേർന്ന് വളർത്തു കൊടുത്തു. അമ്മയുടെ കണ്ണിൽ നിന്ന് അറന്നു വീണ മുത്തുമണികൾ, സന്തോഷത്തിൻ്റെ മുത്തുമണികൾ ഞങ്ങൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ പവിഴമുത്തുകളായി മാറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അതിൻ്റെ സമയമെടുത്തപ്പോൾ സന്തോഷിപ്പിച്ചു. അതാണ് എൻ്റെ. അതുപോലെ തന്നെ വളരെ പരിമിതമായ എൻ്റെ ചെറിയ പരിമിതിയിൽ വെച്ചുകൊണ്ടാണ് ഓരോ സഹോദരികളെ കെട്ടിച്ചയച്ചത്. ചെറിയ വീട്, ചെറിയ ജോലിയുള്ള അളിയന്മാർ ഒക്കെ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപാകടാക്ഷം കൊണ്ട് ഇന്ന് അവർക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരികൾക്കും സ്വന്തമായ ടെറസ് ബിൽഡിംഗ് ഉണ്ട്, സ്വന്തമായി കാറുകളുണ്ട്, അവരുടെ മക്കൾക്കും കാറുകളുണ്ട്. മാതാപിതാക്കൾ കാട്ടിത്തന്ന വഴിയിലൂടെ അവരെല്ലാവരും സഞ്ചരിച്ചു. ആ മാതൃക അവർ സ്വീകരിച്ചു, അവരുടെ കുടുംബത്തെ പ്രായോഗികമാക്കി. അങ്ങനെ വളർന്നു. അതിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ദൈവം എല്ലാവർക്കും നൽകി. അപ്പോൾ അത് ചെയിൻ ബൈ ചെയിനായിട്ട് ഇങ്ങനെ വരികയാണ്. ആ മാതാപിതാക്കൾ കാട്ടി തന്നു. ഞാനും എൻ്റെ വൈഫും സഹധർമ്മിണിയും എൻ്റെ മക്കൾക്കും മാതൃകയായി. എനിക്ക് 3 മക്കളാണ്. മൂത്തത് മകൾ കോഴിക്കോട്, എൻ്റെ താഴെ 2 മക്കൾ തൃശ്ശൂർ. അവർക്കൊക്കെ അവർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അവരും മാതാപിതാക്കൾ കാട്ടി തന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അവരോട് ഞാൻ മുതിർന്ന അവർക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ഞാനൊരിക്കൽ പറഞ്ഞു, നിങ്ങളൊക്കെ പാഠപുസ്തകങ്ങൾ പഠിച്ചോ, എല്ലാ പാഠപുസ്തകങ്ങളും പഠിച്ചോ, മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ വായിച്ചോ, ഒക്കെ ചെയ്തു. പക്ഷേ അപ്പനും അമ്മയും നിങ്ങളുടെ മുമ്പിൽ ഒരു ജീവിതം കാഴ്ചവെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പാഠപുസ്തകം. അത് മറക്കരുത് എന്ന് പറയുന്നത്. അവർ ആ അക്ഷര ശീലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും.